സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാർ. രാത്രിയും പകലും അവൻ സംവിധാനിച്ചു. ജഅല എന്ന് പറഞ്ഞാൽ സംവിധാനിക്കുക, ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് രാത്രി ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് പകലുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് രാത്രി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മാറി പകലാവുന്നത്? എന്തുകൊണ്ടാണ് പകൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മാറി രാത്രിയാവുന്നത്? ആരാണിത് സംവിധാനിച്ചത്? ആരാണിത് ക്രമീകരിക്കുന്നത്? അള്ളാഹു പറയുന്നു, ഞാനാണ്. എന്തിനാണത്? ലിതസ്കുനൂ ഫീ, രാത്രി നിങ്ങൾക്ക് ഉറങ്ങണ്ടേ? അള്ളാഹു ചോദിക്കാം. ലിതസ്കുനൂ ഫീ, സമാധാനത്തോടുകൂടി. പകല് നിങ്ങൾക്ക് അധ്വാനമാണ്, ജോലി തിരക്കാണ്, അപ്പൊ വിശ്രമിക്കണം, ഉറങ്ങണം. അതിനെന്ത് വേണം? വെളിച്ചം. ഉറങ്ങാൻ നല്ലതല്ല, അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുന്നത് ഉറങ്ങാൻ നേരം. വെളിച്ചം നല്ലതല്ല ഉറങ്ങാൻ, ബഹളം നല്ലതല്ല ഉറങ്ങാൻ. അപ്പൊ ശാന്തമായി ഉറങ്ങണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഞാൻ രാത്രിയെ ശാന്തമാക്കി. ഞാൻ രാത്രിയെ ശാന്തമാക്കി. രാത്രിയിൽ നിന്ന് ഞാൻ വെളിച്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളഞ്ഞു. എന്തിനാണത്? ലിതസ്കുനൂ ഫീ, സമാധാനത്തിൽ കിടന്നുറങ്ങി വിശ്രമിക്കണം നിങ്ങൾ. വലിതബ്തഗൂ മിൻ ഫദ്ലി, പകൽ നിങ്ങൾ ജോലിക്ക് പോവുകയും വേണം, അഥവാ നിങ്ങളുടേതായ ഫദ്ല് നിങ്ങൾ അന്വേഷിക്കണം. വലഅല്ലകും തശ്കുറൂൻ, അതോടൊപ്പം ഈ നിഅമത്തുകളൊക്കെ ആലോചിച്ച് നിങ്ങൾ നന്ദിയുള്ള നല്ല മനുഷ്യന്മാരായി ജീവിക്കണം, നന്ദിയുള്ള ഹൃദയമുള്ള അടിമകളായി മാറണം. അതിനാണ് ഈ നിഅമത്തുകളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹുവല്ലദീ സഖറൽ ബഹ്റ, സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വെള്ളം കണ്ടാൽ മനുഷ്യന് പേടിയാണ്. വെള്ളം എന്നും പേടിയാണ്. ലക്ഷോപലക്ഷം മനുഷ്യർ മരണപ്പെട്ടത് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്. മനുഷ്യന്റെ മരണം കാത്തു നിൽക്കുന്നു വെള്ളം. പക്ഷെ അതേ സമുദ്രത്തെ മനുഷ്യൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. ആരാണ് പാരാവാരം പോലെ പ്രവിശാലമായി കിടക്കുന്ന ഈ മഹാസമുദ്രത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്? വലിയ തിരമാലകളും വലിയ അത്ഭുതങ്ങളും വലിയ നിഗൂഢതകളും നിറഞ്ഞ സമുദ്രത്തെ, അതിലെ ജീവജാലങ്ങളെ മനുഷ്യന് പിടിക്കാൻ പാകത്തിൽ സമുദ്രത്തെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വലയിട്ടുകൊണ്ട് സമുദ്രത്തിലെ ഭീമാകാരന്മാരായ വലിയ വലിയ മത്സ്യങ്ങളെ വരെ പിടിക്കാൻ മാത്രം അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു. വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയ്യ, ഫ്രഷായ ലഹ്മുൻ തരി എന്ന് പറഞ്ഞാൽ ഫ്രഷായ നല്ല മാംസം, നല്ല മീന്, ശുദ്ധമായ മീനിനെ നിങ്ങൾക്ക് ലഭിക്കുന്നു. വതസ്തഖ്റിജൂ മിൻഹു ഹിലിയതൻ തൽബസൂനഹ, ധരിക്കാൻ ആവശ്യമായ മുത്തുകളും പവിഴങ്ങളും സമുദ്രത്തിൽ മുങ്ങി നിങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. വതറൽ ഫുൽക മവാഖിറ ഫീഹി, കപ്പൽ സമുദ്രത്തെ കീറി മുറിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു ചെറിയ കല്ല് വെള്ളത്തിലിട്ടാൽ ആ കല്ല് താഴ്ന്നു പോകും. പക്ഷെ അതിനേക്കാൾ ഭാരമുള്ള കപ്പൽ സമുദ്രത്തിൽ താഴ്ന്നു പോകാതെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അള്ളാഹു ചോദിക്കുന്നു, ആരാത് സംവിധാനിച്ചത്? ആ നിയമം ആരാ സംവിധാനിച്ചത്? കപ്പലിനെ താങ്ങി നിർത്താൻ വെള്ളത്തോടാരാണ് പറഞ്ഞത്? വെള്ളത്തിൽ അങ്ങനെ ഒരു നിയമം സംവിധാനിച്ചത് ആരാ? നമ്മളാണോ? നമ്മൾ ആരുമല്ല. അള്ളാഹു പറയുന്നു, ഞാനാണ്. അള്ളാഹുവിന്റെ ഫദ്ല് തേടി രാജ്യങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ, സമുദ്രത്തിൽ സഞ്ചരിച്ച് മീനുകളെ വേട്ടയാടാൻ, അതേപോലെ തന്നെ മുത്തും പവയങ്ങളും പുറത്തെടുത്ത് കൊണ്ടുവരാൻ, നിങ്ങളുടെ ജീവിത ഉപാധികൾക്ക് ആവശ്യമായ സംഗതികളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സമുദ്രത്തെ, കപ്പലിനെ ഒക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്തിനാ? വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകണം. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്.